ആറ്റുകാൽ ഭൗതി ട്രസ്റ്റ് പ്രസിഡന്റ് വി ശോഭ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് ആറ്റുകാൽ ഉത്സവങ്ങളെക്കുറിച്ച് ചോദിക്കാം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ആറ്റുകാൽ ഉത്സവത്തിലെ കാര്യങ്ങളൊക്കെ? ഇപ്പം മാർച്ച് 5-ന് ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. ഏഴാം തീയതി, അതായത് മൂന്നാം ഉത്സവ ദിവസം കുത്തിയോട്ട വൃതാരംഭമായി. 592 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ 13-ാം തീയതിയാണ് നമ്മുടെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല വരുന്നത്. 10 ദിവസത്തെ ഉത്സവ പരിപാടികളാണ്, ചടങ്ങുകളും അതുപോലെ ബാക്കി കാര്യങ്ങളുമാണ്. ഈ കാപ്പുകെട്ട് കുടിയിരുത്ത് ചടങ്ങാണ് ഉത്സവത്തിൻ്റെ തുടക്കം. 10 ദിവസം തോറ്റം പാട്ടിലൂടെയാണ് ഈ ഉത്സവം നടക്കുന്നത്. കണ്ണകി ചരിതമാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ദിവസം തന്നെ കൊടുങ്ങല്ലൂർ അമ്മയെ അവിടെ നിന്ന് വിളിച്ച് ഇവിടെ കുടിയിരുത്തുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. തോറ്റം പാട്ടിൽ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. 9-ാം ദിവസമാണ് പൊങ്കാല വരുന്നത്. 10-ാം ദിവസം ദേവി അകത്ത് എഴുന്നള്ളി കഴിഞ്ഞാൽ വീണ്ടും കാപ്പ് അഴിച്ച് പുരിതർപ്പണത്തോടു കൂടി ഉത്സവം അവസാനിക്കുകയാണ്. ഇതിൽ തന്നെ കുത്തിയോട്ടം, താലപ്പൊലി, പെൺകുട്ടികൾക്ക് താലപ്പൊലി, പൊങ്കാല ദിവസം താലപ്പൊലിയുണ്ട്. അതുപോലെ എല്ലാ ദിവസവും വിളക്ക് കെട്ടുണ്ട്. വിളക്ക് കെട്ട് ഇങ്ങനെ അലങ്കരിച്ച് അവർ വ്രതമെടുത്തവർ ഇത് തലയിൽ വെച്ച് ദീപാരാധന 12 മണിക്ക്, എല്ലാ ദിവസവും രാത്രി 1 മണി വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുക. 12 മണിക്കാണ് ദീപാരാധന. ദീപാരാധന കഴിഞ്ഞ് ഇവർ ഈ വിളക്ക് കെട്ട് ക്ഷേത്രത്തിന് ചുറ്റും കളിക്കും. അതൊരു തരം ചടങ്ങ്. ഇങ്ങനെ വിവിധ തരം ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ നാരങ്ങ വിളക്കൊക്കെ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് നാരങ്ങ വിളക്ക് വയ്ക്കാറുണ്ട്. പിന്നെ ഐശ്വര്യപൂജ, അത് പൗർണമി ദിവസമാണ്. ഈ ഉത്സവ ദിവസം ഈ തിരക്കിനിടയിലും ഐശ്വര്യപൂജ നടത്തും. അപ്പോൾ വിവിധ തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ ഉത്സവകാലങ്ങളിലും അല്ലാതെയുമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കുത്തിയോട്ട ചടങ്ങുള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണ ക്രമീകരണം എന്തൊക്കെയാണ്, അതായത് ചടങ്ങുകളൊക്കെ അവരെ? ഇവർ 7 ദിവസമാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് 3-ാം ഉത്സവ ദിവസം വന്നാൽ 9-ാം ഉത്സവ ദിവസം വൈകുന്നേരം അവർ ശാസ്താക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ 7 ദിവസം ഇവിടെയുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം വെച്ചാൽ സന്ധ്യയ്ക്ക്, ഇങ്ങനെ 3 നേരമായിട്ടാണ് ഭക്ഷണം നൽകുക. അതിൽ ഉച്ചയ്ക്ക് സദ്യയാണ് നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ 1008 നമസ്കാരം ഈ 7 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണം. ഇതിലേക്കായി ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇവർ വെളുപ്പിന്, അതായത് 3 മണിക്കൊക്കെ എണീറ്റ് കുളിച്ചാൽ മാത്രമേ ആദ്യത്തെ നമസ്കാരം, രാവിലത്തെ നമസ്കാരം നടക്കൂ. അങ്ങനെ 4 നേരം കുളി ഉണ്ട് രാവിലെ ഈ നമസ്കാരത്തിന്. അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് കുളിക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം, ഇതിനിടയ്ക്കും 2 മണിക്കും പിന്നെ വൈകുന്നേരം, അങ്ങനെ 4 നേരമായിട്ടാണ് കുളിക്കൽ വരുന്നത്. ഇവർക്ക് ഭക്ഷണ ക്രമീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ നോക്കുമ്പോൾ അത് വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഇവർ രജിസ്ട്രേഷൻ ഇവിടെ നടക്കൽ വരുമ്പോൾ, അതായത് ഇവർ വ്രതം ആരംഭിക്കുന്ന ദിവസമാണ് പാരൻസിന് മീറ്റിംഗ് വെച്ചിരുന്നത്. പക്ഷേ അതൊക്കെ വന്നപ്പം ഇപ്പോൾ പുതിയ കാലഘട്ടമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചാൽ കുട്ടികളുടെ ഭക്ഷണം അങ്ങനെയൊക്കെയുള്ള വരുന്നത് കാരണം ഇപ്പോൾ പാരൻസിൻ്റെ മീറ്റിംഗ് കുട്ടികളുമായിട്ട് തന്നെ നേരത്തെ വയ്ക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഇങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പ് പാരൻസിൻ്റെ മീറ്റിംഗ് വെച്ചു. പലരും പറഞ്ഞു ഇങ്ങനെ അവർക്ക് വ്രതം എടുക്കാൻ തുടങ്ങി, നോൺ ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ട് തന്നെ പല പാരൻസും ഇതിനോട് ചേരുന്നുണ്ട്. എന്തായാലും ഇത്തവണ ഏകദേശം എവിടെ വരെ ഉണ്ടാവും ക്യൂ? കാരണം കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം വലിയ രീതിയിൽ ആളുകൾ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഫുള്ളും നിറഞ്ഞ ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ തന്നെ പല റെസിഡൻസ് അസോസിയേഷനുകളും അവരുടെ തന്നെ ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വ്യാപ്തി വർദ്ധിച്ചു വരുവാണ്. ഇവിടുത്തെ സ്ഥലം മാത്രമല്ല, ഇപ്പോൾ വളരെ വലിയൊരു വ്യാപ്തിയിൽ തന്നെയാണ് പൊങ്കാല നടക്കുന്നത്. അത് ഈ കാലം ചെല്ലുന്തോറും ഇത് കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ ഭക്തജനത്തിരക്കും വളരെ കൂടുതലാണ്. കലാപരിപാടികളും അതിനൊപ്പം തന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ടതാണ്. കലാപരിപാടികളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. അതിൻ്റെ ഒരു തിരക്കും ഉണ്ട്. പ്രോഗ്രാംസും നല്ലതാണ്. പിന്നെ മാത്രമല്ല, ഭക്തജനം ഇപ്പോൾ ഈ കൊറോണയുടെയൊക്കെ കാലം കൊറോണ ഉണ്ട് എങ്കിലും അതൊക്കെ കഴിഞ്ഞൊരു വലിയൊരു ചേഞ്ച് വന്ന സമയമാണ്.
അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് വരുന്നതും ഒക്കെ കൂടുതലാണ്, ഭക്തജനം വളരെ കൂടുതലാണ് ഇപ്പോൾ. പൊങ്കാല മഹോത്സവത്തിന് നടക്കുന്ന ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഐതിഹ്യം, ആ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പ്രസിഡന്റ്, ആറ്റുകാൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഈ ശോഭ സി മലയാളം ന്യൂസുമായി പങ്കുവച്ചിരുന്നത്. ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.